സാഫല്യം പാർട്ട് 8. പോസിറ്റീവ് തന്നെയാണ്. ഇത് കേട്ടതും ദേവനും കല്യാണിയും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. ഫുൾ ടൈം ബെഡ് റെസ്റ്റ് വേണം. ഹസ്ബൻഡ് തൽക്കാലം കല്യാണിയുടെ അടുത്ത് നിന്ന് മാറിക്കിടക്കട്ടെ. കല്യാണി പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് മൂളി. ദേവനിൽ വീണ്ടും ഒരു കുഞ്ഞ് എന്ന പ്രതീക്ഷ പൂവണിയുകയായിരുന്നു. ഇതെന്താടാ ഇവൾക്ക് മാത്രം ഇങ്ങനെ? ഏതു നേരം നോക്കിയാലും കിടക്കണം എന്നൊക്കെ വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യ്. ഒന്നുകിൽ അവളെ വീട്ടിൽ കൊണ്ടുവിട്, അല്ലെങ്കിൽ ഒരുത്തിയെ ഇവളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ നിർത്ത്, അമ്മ പറഞ്ഞു. അമ്മ എന്താ ഈ പറയുന്നത്? ഈ അവസ്ഥയിൽ എനിക്ക് അതിനൊന്നും പറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ദേവൻ ഇത്തിരി അരിശത്തോടെ പറഞ്ഞു. ആ എന്ന് കരുതി ഇവളെ ഈ പ്രായമായ ഞാൻ നോക്കണമെന്നാണോ? ഞാനും 2 എണ്ണത്തിന് പെറ്റതാ. നിന്നെയൊക്കെ പ്രസവിക്കുന്ന അന്ന് വരെ ഞാനൊന്ന് കിടന്നിട്ടില്ല. എന്റെ അമ്മേ, ഒന്ന് പതുക്കെ പറ. എനിക്കാരെയും പേടിയില്ല. നീ അവളെ വീട്ടിൽ കൊണ്ടു ചെന്ന് വിട്, അവര് നോക്കട്ടെ. ദേവനും അത് ശരിയാണെന്ന് തോന്നി. ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് നീ നിന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുന്നതാവും നല്ലത്, വളരെ മയത്തിൽ ദേവൻ കല്യാണിയോട് പറഞ്ഞു. ദേവന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ ദേവന്റെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് പോകണം. അതല്ല കല്യാണി, അമ്മയ്ക്ക് ഈ പ്രായത്തിൽ നിന്നെ നോക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? അതിന് അമ്മ നോക്കണമെന്ന് ആര് പറഞ്ഞു? ദേവൻ നോക്കിയാൽ മതി എന്നെ, കല്യാണി പറഞ്ഞു. ഞാനോ? എനിക്ക് ജോലിക്ക് പോവേണ്ടതല്ലേ? അത് കഴിഞ്ഞിട്ട് മതി. എനിക്ക് വല്ലതും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ട് ദേവൻ പൊയ്ക്കോളൂ. തിരിച്ചു വന്നാൽ നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി. ദേവൻ അരിശം വന്നിട്ടും ദേഷ്യം കടിച്ചമർത്തി നിന്നു. ആ പിന്നെ പോകുന്നതിന് മുന്നേ എന്റെയും ദേവന്റെയും ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തിടണം കേട്ടോ. വീടൊക്കെ അമ്മ തൂത്തുവാരിക്കോളും. അത്രയ്ക്ക് വയ്യായികയൊന്നുമില്ല അമ്മയ്ക്ക്. ദേവൻ അരിശത്തോടെ ഒന്ന് മൂളി. ഒരു കുഞ്ഞുണ്ടാകുന്നത് വരെ ഇവളെ സഹിക്കാം, അവൻ മനസ്സിൽ പറഞ്ഞു. ഓരോ ദിവസവും ദേവൻ നല്ലപോലെ അടുക്കള ജോലിയും പഠിച്ചു തുടങ്ങി. ചായക്കൊന്ന് മധുരം കൂടിയാൽ, കറികൾക്ക് ഇത്തിരി ഉപ്പ് കൂടിയാൽ ഒക്കെ മീനാക്ഷിയെ കരയിച്ചതിന് അവൻ ഇപ്പോൾ അതെല്ലാം ഓർത്തു. മോൾ കുഞ്ഞിനെയും നോക്കി ഏതു സമയം നോക്കിയാലും മീനുവിന്റെ അടുത്താണ്. മീനു കുഞ്ഞിനെ കയ്യിൽ എടുത്തിരുന്നതും മോൾ അവളെ വലയം വെച്ച് നടക്കാൻ തുടങ്ങി. മോളു ദേ വീഴും കേട്ടോ, മീനാക്ഷി പറഞ്ഞു. അത് കേട്ടതും മോൾ ചിരിച്ചുകൊണ്ട് മീനുവിന്റെ മടിയിലേക്ക് കയറിയിരുന്നു. ക്ഷീണിച്ചില്ലേ? ഇനി കുറച്ചു നേരം അമ്മയുടെ അടുത്തിരിക്കുക കേട്ടോ. മീനു മോളെ മറ്റേ കൈകൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് എബി കയറി വന്നതും മീനു ഞെട്ടി സാരി നീക്കിയിട്ടു. സോറി, ഞാൻ പെട്ടെന്ന്. അതിന് മീനു എബിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മോൾ വാ, അമ്മ വാവയെ ഉറക്കട്ടെ. ഇല്ല, മോൾ കുറുമ്പോടെ പറഞ്ഞതും എബി മോൾക്കരികിൽ ചെന്നു. മോൾ എന്താ, പപ്പയോട് ദേഷ്യമാണോ? ആ, എന്തിന്? മോൾ എന്തൊക്കെയോ പറഞ്ഞതും എബി കാര്യം മനസ്സിലാകാതെ മീനുവിനെ നോക്കി. മോളെ വാവയുടെ കൂടെ കിടക്കാൻ സമ്മതിക്കാത്തതിന്റെയാ ഈ പിണക്കം, മീനു പറഞ്ഞു. ആണോ? വാവ ഇത്തിരി കൂടി വലുതാകട്ടെ. വലുതാകുമ്പോൾ മോൾക്ക് വാവയുടെ കൂടെ കിടക്കാം, കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മോൾ എന്റെ അടുത്ത് കിടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം, മീനു പറഞ്ഞു. അത് മീനു, നിനക്ക് തന്നെയാ ബുദ്ധിമുട്ട്. ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല, മീനു മോളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും എബി മോളെ ഒന്ന് നോക്കി. മുറിയിൽ നിന്ന് ഇറങ്ങാൻ നേരം മോൾ ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. പപ്പ വാ. മോൾ എബിയെ നോക്കി ബെഡിൽ കിടക്കാൻ കാണിച്ചതും എബി നോക്കിയത് മീനുവിനെയാണ്. മീനുവും അതേ അവസ്ഥയിൽ എബിയെ ഒന്ന് നോക്കി. മക്കൾക്കറിയാം അച്ഛനും അമ്മയും ഒരുമിച്ച് ഒരു മുറിയിലാണ് കഴിയേണ്ടതെന്ന്. എബിയുടെ അമ്മ പറഞ്ഞത് കേട്ട് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി. മോൾ അപ്പോഴും വാശിയോടെ എബിയെ ബെഡിൽ കിടത്താൻ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. മോൾക്ക് വേണ്ടിയല്ലേ, ഇവിടെ കിടന്നോളൂ, മോൾ ഉറങ്ങിക്കഴിഞ്ഞു പോകാം, മീനാക്ഷി പറഞ്ഞു. മീനു അറ്റത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് നീങ്ങിയതും മോളെയും അതിനടുത്തായി കിടത്തി. മോൾ എബിയെ പിടിച്ചതും അവൻ മീനുവിനെ ഒന്ന് നോക്കി മോൾക്കരികിലായി കിടന്നു. അവന്റെ കൈ മോളെ മേലെ വെച്ചതും കൈ മീനുവിന്റെ കയ്യിലാണ് തട്ടിയത്. അവർ രണ്ടുപേരും കൈ പിൻവലിച്ചു. എബി ഉറങ്ങിയതും മീനു ഒരു ഷീറ്റെടുത്ത് അവനെയും മോളെയും പുതച്ചു കൊടുത്തു. ഇടയ്ക്ക് കുഞ്ഞുണർന്നതും മീനു നോക്കിയതും എബിയെയാണ്. അവൻ ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. അത് കണ്ടതും മീനു തിരിഞ്ഞിരുന്ന് കുഞ്ഞിനെ ഉറക്കി. രാവിലെ എണീറ്റ് എബി കണ്ടത് കുഞ്ഞിനെയും മോളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന മീനുവിനെയാണ്. അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. കുഞ്ഞിന് പേരിടിയിൽ ചടങ്ങ് നടത്തണ്ടേ? ഇപ്പോൾ തന്നെ 2-3 മാസമായില്ലേ? എബി മീനുവിനെ നോക്കി ചോദിച്ചതും മീനു തലയും താഴ്ത്തി നിന്നു. നീ വല്ല പേരും കണ്ടുവച്ചിട്ടുണ്ടോ? എബി ചോദിച്ചു. ഇല്ല, മീനു പറഞ്ഞു. എങ്കിൽ നീ ഒരു പേര് പറ, നമുക്ക് നാളെ തന്നെ അതങ്ങ് നടത്താം. അത്
അത് ഡോക്ടർ തന്നെ തീരുമാനിച്ചാൽ മതി, മീനാക്ഷി പറഞ്ഞു. ഞാനിടുന്ന പേരൊക്കെ ക്രിസ്ത്യൻസിന്റെ ആകും. അത് മതി, മീനു തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും എബി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത് ശരിയാ, ഈ വീട്ടിൽ നമ്മുടെ മോനായിട്ടല്ലേ ഇവൻ കഴിയേണ്ടത്. നാളെ നിന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി ഒരു ചെറിയ ചടങ്ങ് നമുക്ക് നടത്താം. നീ എന്തു പറയുന്നു? എല്ലാം ഡോക്ടർ തീരുമാനിച്ചോളൂ. നിന്റെ നിൽപ്പും വിളിയും കേട്ടാൽ തോന്നും നീ എന്റെ പേഷ്യന്റ് ആണെന്ന്. നീ എന്റെ ഭാര്യയാണ് മീനു. സോറി ഡോക്ടർ. അത് കേട്ടതും എബി ഒന്നുകൂടി ചിരിച്ചു. മീനും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇവനെ നമുക്ക് ആൽബി എന്ന് പേരിടാം. കിത്തുമോൻ എന്ന് വിളിക്കാം. എന്താ? ഓക്കെ, മീനു പുഞ്ചിരിയോടെ തന്നെ മൂളി. എബി മുറിയിൽ വന്ന് കിടന്നതും മോൾ വന്ന് എബിയെ പിടിച്ചു വലിക്കാൻ തുടങ്ങി. മീനുവിന്റെ മുറിയിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് ഇവൾ കാണിക്കുന്നതെന്ന് എബിക്ക് മനസ്സിലായി. എബി ദയനീയമായി മോളെ ഒന്ന് നോക്കി. എന്റെ മോളെ, മോൾ വേണമെങ്കിൽ അമ്മയുടെയോ പപ്പയുടെയോ ആരുടെ കൂടെയെന്ന് വെച്ചാൽ കിടന്നോ. എബി നിരസിക്കുന്നത് കണ്ടപ്പോൾ മോൾ കരയാൻ തുടങ്ങി. എബി മോളോടൊപ്പം മുറിയിലേക്ക് കയറി. എബിയെ കണ്ടതും മീനു ഒന്ന് പതറിയ പോലെ അവനെ നോക്കി ചിരിച്ചു. അപ്പോഴാണ് മീനുവിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ എബി കണ്ടത്. അതോടെ അവൻ തിരിഞ്ഞു നിന്നു. സോറി, ഞാൻ മോൾ വിളിച്ചപ്പോൾ ഓർക്കാതെ. മീനു ഒന്ന് മൂളിക്കൊണ്ട് കുഞ്ഞിനെ ബെഡിൽ കിടത്തി. അവൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറിയതും മോൾ എബിയെയും കൂട്ടുപിടിച്ച് കട്ടിലിൽ കിടന്നു. എന്റെ മോളെ, നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? അവൾ എന്ത് കരുതി കാണുമോ ആവോ. മോൾ എന്തോ മനസ്സിലായ പോലെ ഒന്ന് ചിരിച്ചു. അത് കണ്ട് എബിയും. ഇന്ന് ഇവൾ എന്റെ ഭാര്യയാണ്. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇനിയുള്ള ജീവിതം ഇവളുടെയും മക്കളുടെയും കൂടെ ആവണമെന്ന്. അവൻ ആ ചിന്തയോടെ തന്നെ കിടന്നു. മീനു വന്നതും അവർക്കരികിൽ കിടന്നതും എല്ലാം എബി അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും മീനുവിനെ ഫേസ് ചെയ്യാനാവാത്ത പോലെ അവൻ തിരിഞ്ഞു കിടന്നു. കല്യാണിയെ വാതിലിരുത്തി ദേവൻ അവൾക്കുള്ള മെഡിസിൻ വാങ്ങുമ്പോഴാണ് അവന്റെ കണ്ണുകൾ മീനുവിന്റെ മുഖം ഉടക്കിയത്. അവൻ പരിസരം മറന്നു അവളെ തന്നെ നോക്കി നിന്നു. ഒരു കൈയിൽ കുഞ്ഞിനെയും മറുകൈയിൽ താഴെ നിൽക്കുന്ന മോളെയും പിടിച്ചു നിൽക്കുന്ന മീനുവിനെ കണ്ട് അവൻ അറിയാതെ അതേ നിൽപ്പോടെ അവളെ തന്നെ നോക്കി നിന്നു. പുഞ്ചിരിയോടെ എബി അവർക്കരികിൽ വന്നതും മീനുവിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുന്നതുമെല്ലാം അവൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോഴും മെലിഞ്ഞ ശരീരം തന്നെയാണ്. പഴയതിനേക്കാൾ സൗന്ദര്യം വെച്ച പോലെ തോന്നി അവന്. അവളെ കാണുന്തോറും അവനിൽ നഷ്ടബോധം ഉയർന്നു വന്നു.